ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ഒരു കിടിലൻ ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. ഫസ്റ്റ് തന്നെ പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. നല്ല വെളിച്ചെണ്ണ വേണം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞിതാക്കി അരിഞ്ഞതും അതുപോലെ നമ്മുടെ കറിവേപ്പില പച്ചമുളക് ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മളൊരു 2 സവാള ആഡ് ചെയ്തിട്ടുണ്ട്, നീളത്തിലായിരുന്നതാണ്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിനെ നന്നായി മുരിയിച്ചെടുക്കണം. സവാള നല്ല കാരമലൈസ്ഡ് ആയിട്ട് വരുന്ന സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയുമാണ് ഇടുന്നത് കേട്ടോ. പിന്നെ പൊടികളൊക്കെ മൂത്താൽ നമ്മുടെ നേരെ ചിക്കൻ ഇടുക. ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മൾ ഇതിനകത്ത് മുളക് പൊടി ആഡ് ചെയ്യുന്നേ ഇല്ല. ഇനി ഇതിനുള്ള എരിവ് കിട്ടാനായി നമ്മൾ കുരുമുളകും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചത് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്തിട്ടിട്ട് ഒരു 10 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഈ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ ഒന്ന് ഹാഫ് കുക്ക്ഡ് ആയി കഴിയുമ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സ് നമ്മൾ വെള്ളത്തിലിട്ട് അരച്ചെടുത്തത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ചിക്കൻ ഒരു കുക്കായി ഒരു 3/4 കുക്കായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഗരം മസാലയോ അല്ലെങ്കിൽ മീറ്റ് മസാല, അത് ഏത് മസാല വേണമെങ്കിലും ഒരു 1 to 1.5 ടീസ്പൂൺ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ മസാലപ്പൊടി തീർന്നതാണ് ഞാൻ അതിനെ കൊട്ടി അതിൻ്റെ ഓജസ്സും തേജസ്സും ഞാൻ ഊറ്റിയെടുത്തു. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി അധികം വേവാനില്ല. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് നോക്കാം, സ്വാദുണ്ടോ നോക്കാം. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കുരുമുളകും പെരുംജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആൻഡ് ട്രസ്റ്റ് മീ, നിങ്ങളിങ്ങനെ ഒരിക്കലെങ്കിലും ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് നാളെ കുറച്ച് ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റെസിപ്പി അവർക്ക് കൊടുക്കാമെന്ന്. ഇത് മാത്രമല്ല, ഇത് കഴിച്ച് കഴിഞ്ഞാൽ ഒരുവിധം പേരും ചോദിക്കും നിങ്ങളിത് എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. അത്ര ടേസ്റ്റാണ്. ഞാൻ വെറുതെ പൊക്കി പറയില്ല, പക്ഷേ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുന്നുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ ഇതിനകത്തേക്ക് 2 പഴുത്ത തക്കാളി, കുഞ്ഞു തക്കാളിയാണ്, വലുതാണെങ്കിൽ 1 ഇട്ടാൽ മതി. ഞാൻ ആ 2 തക്കാളിയും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ്സും കൂടെ അടച്ചു വയ്ക്കും. അപ്പോൾ ആവിയിൽ നമ്മുടെ ചിക്കൻ വേവുന്നതിൻ്റെ കംപ്ലീറ്റായി കുക്കാവും ചെയ്യും. നമ്മുടെ ടൊമാറ്റോസൊക്കെ നല്ല മാഷായി ഇതിൻ്റെ കൂടെ അങ്ങ് യോജിപ്പിച്ച് ചേരും കേട്ടോ. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ലാസ്റ്റ് ഡേ നമ്മൾ വാങ്ങാൻ നേരത്ത് കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ഞാൻ സ്ലൈസ് ചെയ്തതിലേക്ക് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞു. അടിപൊളി കറിയാണ്. നിങ്ങൾക്ക് ചോറോ ചപ്പാത്തിയോ ഗീ റൈസോ അപ്പം ഇടിയപ്പം അങ്ങനെ എല്ലാ സാധനത്തിൻ്റെ കൂടെ പോകും. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ചിക്കൻ കറി ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ അടിപൊളി റെസിപ്പീസ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.